ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമൗത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ എന്ന ചിന്ത 46 സങ്കീർത്തനം 1 വാക്യമാണ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. ഏറ്റവും അടുത്ത തുണ നമ്മുടെ കർത്താവാകുന്നുവെന്ന് കോരഹപുത്രന്മാർ രേഖപ്പെടുത്തുവാൻ കാരണം അവരുടെ ജീവിതത്തിൻ്റെ അനുഭവം തന്നെ. അത് നമ്മൾ വായിക്കുന്നത് സംഖ്യാപുസ്തകം 16 അധ്യായത്തിൽ. കോരഹും കൂട്ടരും ചേർന്ന് മോശയ്ക്ക് വിരോധമായി എഴുന്നേറ്റ് മോശയ്ക്ക് മാത്രമേ നേതാവാകുവാൻ കഴിയുകയുള്ളൂ, ഞങ്ങൾക്കും കഴിയുകയില്ല എന്ന് ചോദിച്ച് അവിടെ മോശയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുമ്പോൾ മോശ ദൈവത്തോട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവം മോശയാണ് തിരഞ്ഞെടുത്തതും തെളിയിക്കുവാൻ തക്കവണ്ണം കോരഹിന്റെയും തന്നോട് ചേർന്ന് മത്സരിച്ച ആളുകളുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനം മാറിപ്പോകുവാൻ പറയുകയും അവരെ ദൈവിക ന്യായവിധിയിലേക്ക്, അല്ലെങ്കിൽ ഭൂമി വാവിളർന്ന് വിഴുങ്ങുന്ന ഒരു പ്രത്യേക ന്യായവിധി അവിടെ സംഭവിക്കുമ്പോൾ ഈ കോരഹിന്റെ മക്കൾ അപ്പന്റെ മത്സരം, അത് ആ മത്സരത്തിൽ കോരഹിനോട് ചേർന്ന് നിൽക്കാതെ മോശയോട് ചേർന്ന് അപ്പന്റെ ഹല്ലേലൂയ സ്തോത്രം കൂടാരം വിട്ട് ഓടി മാറിപ്പോയത് അവിടെ ജീവിതാനുഭവമാണ്. അതുകൊണ്ട് ആ അനുഭവത്തിൽ നിന്ന് എഴുതിയ സങ്കീർത്തനം 46 സങ്കീർത്തനം, അവിടെ അവർ എഴുതുകയാണ്, ദൈവം കഷ്ടകാലത്ത് ഏറ്റവും അടുത്ത തുണയെന്ന്. ദൈവമക്കളെ, കഷ്ടകാലത്താണ് പലപ്പോഴും നമ്മൾ സഹായം ആവശ്യമുള്ളവർ. ആ സമയങ്ങളിൽ പല ആളുകളും നമ്മളെ വിട്ടുമാറിപ്പോ. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, കഷ്ടകാലത്ത് പ്രൈസ് ദി ലോർഡ് അവൻ ഏറ്റവും അടുത്ത് വരും. പ്രൈസ് ദി ലോർഡ്. കഷ്ടകാലത്ത് എല്ലാവരും അകന്നു പോകും. സുഖകാലത്താണ് നമുക്ക് അടുത്ത ആളുകളെ കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, കഷ്ടകാലത്ത് അവൻ ഏറ്റവും അടുത്ത് വരും. ഒന്നുകൂടെ ഞാൻ ചേർന്ന് ഈ വചനത്തോട് ചേർന്ന് പറയട്ടെ ദൈവമക്കളെ, ചിലപ്പോൾ ഇവിടെ കഷ്ടകാലത്ത് ചിലർക്ക് നമ്മളെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് നമ്മുടെ അടുക്കിലേക്ക് വരാൻ കഴിയാത്ത മേഖലയുണ്ട്. കാരണം അവർക്കതിന് പരിമിതികൾ ഉണ്ടാകാം. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ ഒരു പരിമിതിയുമില്ല എന്ന്. നിങ്ങൾ ചിന്തിക്കുക, നെബൂഖദ്നേസർ രാജാവ് വലിയൊരു ആഴി ഉണ്ടാക്കി അതിലേക്ക് ഭൂതബാലന്മാരായ ശദ്രക് മേശക് അബേദ്നെഗോവിനെ എടുത്തിടുമ്പോൾ ആ തീക്കകത്ത് 4 പേർ നടക്കുന്നു. രാജാവ് ചോദിക്കുന്നു, 3 പേരെ അല്ലേ നമ്മൾ ഇട്ടത്, എങ്ങനെ 4 പേർ? 4-മനായി ഹോവയായി ദൈവം ഇറങ്ങി ആ തീക്കകത്ത് അവരുടെ കൂടെ നടക്കുക. അങ്ങനെ ചിന്തിക്കുക, യഹൂദ ബാലന്മാരുടെ അപ്പന്, അമ്മ, സഹോദരങ്ങൾ, ബന്ധുക്കളൊക്കെ ഒരുപക്ഷെങ്കിൽ ബാബേലിൽ ഉണ്ടാകാം, ഇല്ലെങ്കിൽ ഇസ്രായേലിലാകാം. അവരുടെ അടുക്കൽ അവരില്ല. പ്രൈസ് ദി ലോർഡ്. അവർ ഫിസിക്കലി അവരുടെ അടുക്കലില്ല. 2, ഈ തീക്കകത്തേക്ക് ഈ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഒന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചാലും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ തീയുടെ അകത്തേക്കും
ദൈവത്തിന് ഇറങ്ങാൻ കഴിയും. അദ്രിയ കടലിന്റെ ഹല്ലേലൂയ നടുക്ക് സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രയോ ഒന്നും കാണാതെ 14 ദിനരാത്രങ്ങൾ പൗലോസ് സഞ്ചരിച്ച കപ്പൽ ആടിയുലയുകയും കപ്പൽ മാലുമിയും കപ്പൽ ഓടിക്കുന്ന കപ്പിത്താനുമൊക്കെ നിസ്സഹായരായി മാറിയ ഒരു സമയം. ആർക്കും ലക്ഷ്യബോധമില്ല, എവിടെയൊക്കെ കപ്പൽ പോകുന്നെന്നറിയില്ല. എന്നാൽ 14-ാം ദിനത്തിന്റെ ഹല്ലേലൂയ തലേ രാത്രിയിൽ ദൈവം ആ അലഞ്ഞു നടന്ന ആ അദ്രിയാക്കടലിൽ അലഞ്ഞു നടന്ന കപ്പലിന്റെ അകത്തേക്ക് ഇറങ്ങിച്ച് പൗലോസിനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, നീ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കൈസറുടെ മുമ്പാകെ നിൽക്കും. ചിന്തിച്ചു നോക്കുക, ആർക്കും അവിടെ എത്തിപ്പെടാൻ കഴിയുകയും, എന്നാൽ പൗലോസിന്റെ ആ കപ്പലിന്റെ അടുക്കലേക്ക് പൗലോസിന്റെ അടുക്കലേക്ക് ദൈവത്തിന് ഇറങ്ങി ചെല്ലുവാനായിട്ട് പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ഇവിടെ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ ദൈവം ഏറ്റവും അടുത്ത തുണ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. കഷ്ടകാലത്ത് ഏറ്റവും അടുത്ത തുണ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സങ്കീർത്തനക്കാരൻ 2, 3, 4 വാക്യങ്ങളിൽ പറയുന്നത്, ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയും. കാരണം അവരുടെ ജീവിതാനുഭവത്തോട് ചേർത്തുകൂടെയാണിത് പറയുന്നത്. ഭൂമി മാറിപ്പോയി, അവരുടെ പിതാവും അവരോട് ചേർന്ന് നിന്നവരൊക്കെ വിഴുങ്ങപ്പെട്ടു. എന്നാൽ അതിൽ ആ ഞങ്ങളുടെ കഷ്ടതയുടെ സമയത്ത് ദൈവം ഞങ്ങളെ അതിൽ നിന്ന് വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഏറ്റവും അടുത്ത് നിന്ന് ഞങ്ങളെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കാലം ഭൂമി മാറിപ്പോകുമ്പോൾ, വെള്ളം എരച്ചു കലങ്ങുമ്പോൾ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, പർവ്വതങ്ങൾ കുലുങ്ങുമ്പോൾ ഭയമില്ലാതെ പോകുകയല്ല, ഭയമുണ്ടാകാം. എന്നാൽ ഇവിടെ ഭയപ്പെടുകയില്ല എന്ന് പറയുന്നത് അതിനെയെല്ലാം കഷ്ടത എന്ന പദം കൊണ്ടാണ് നിർവചിച്ചിരിക്കുന്നത്. ഭയമില്ല എന്ന് പറയുന്നതിന്റെ കാരണം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ഏറ്റവും അടുത്ത് എൻ്റെ കൂടെ നിൽക്കാൻ കഴിവുള്ള എൻ്റെ ദൈവമാണ് എൻ്റെ ബലം, എൻ്റെ സങ്കേതം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പകൽക്കാലം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഹല്ലേലൂയ ആ തുണയായിരിക്കാൻ കഴിവുള്ള നമ്മുടെ കർത്താവിലൊന്ന് ആശ്രയിക്കാൻ കഴിയുമെങ്കിൽ കർത്താവ് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, മറ്റാർക്കും ഏറ്റവും അടുത്ത തുണയാകുവാൻ കഴിയുകയില്ല, കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അവനിൽ ആശ്രയിക്കാൻ ദൈവമക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കഷ്ടതയിൽ ചിലർ മാറിപ്പോകും, കഷ്ടതയിൽ ചിലർക്ക് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമ്മളെ സഹായിക്കാൻ അവർക്ക് കഴിയാതെ പോകും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ സഹായിക്കണമെന്ന് ഒരാൾ വിചാരിച്ചാലും കഴിയാതെ പോകും. എന്നാൽ നാം 4-മനായി ആ തീച്ചൂളയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആ അടുത്ത തുണയായ കർത്താവിന് മാത്രമേ കഴിയൂ. അതുപോലെ തന്നെയാണ് പ്രൈസ് ദി ലോർഡ് നമ്മൾ പൗലോസിന്റെ ആ കപ്പലിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന നമ്മുടെ കർത്താവിനെ മുറുകെ പിടിച്ച് വിശ്വാസ ജീവിതം നയിച്ചാൽ പ്രൈസ് ദി ലോർഡ് നമുക്ക് എന്നും സന്തോഷിക്കാൻ വകയുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. മറ്റാർക്കും
ഏറ്റവും അടുത്ത തുണയാകാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിന് മാത്രമേ അത് കഴിയൂ എന്നുള്ളത് കൊണ്ട് ആ അടുത്ത തുണയെ, ഏറ്റവും അടുത്ത തുണയെ കൂടെ നിർത്തി ജീവിതാവസാനം വരെ ജീവിപ്പാൻ നമുക്ക് തയ്യാറാകാം. പ്രൈസ് ദി ലോർഡ്. അവൻ അടുത്തുണ്ടെങ്കിൽ ഭൂമി മാറിയാലും, പർവ്വതങ്ങൾ കുലുങ്ങിയാലും, സമുദ്രം ഹല്ലേലൂയ സ്തോത്രത്തിന് വെള്ളം ഇരച്ച് കലങ്ങിയാലും നമുക്ക് ഭയമുണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. 23-ാം സങ്കീർത്തനത്തിലും ഇതേ ഒരു പദമുണ്ട്. അതിങ്ങനെയാ, പ്രൈസ് ദി ലോർഡ്, കൂരിരുളിന്റെ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടാത്തതിന് കാരണം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, നീ എന്നോട് കൂടെ ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കൂരിരുളും അതിന്റെ താഴ്വരയും ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, ദ വാലി ഓഫ് ദ ഡെത്ത്, മരണത്തിന്റെ താഴ്വരയെന്ന്. അതെനിക്ക് ഭയമില്ല. ഭയമില്ലാത്തത് കേവലം ഭയം, ഹല്ലേലൂയ, മാനുഷികമായ രീതിയിൽ ഭയമില്ലാത്തതല്ല, അത് ഭയപ്പെടുത്തുന്ന മേഖലയാണ്. പക്ഷേ കൂടെ ഇരിക്കുന്ന, ഹല്ലേലൂയ, ആ താഴ്വരയിൽ കൂടെ ഇരിക്കാൻ കഴിവുള്ള അടുത്ത തുണയായിരിക്കുന്ന ഒരുവൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഭയമില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അടുത്ത തുണയായ കർത്താവ് അടുത്തിരുന്ന് നമ്മളെ, ഹല്ലേലൂയ സ്തോത്രം, പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് ഭയമില്ലാതെ പോകാനിടയായിത്തീരും. ഭയരഹിതമായൊരു ജീവിതം നയിക്കുവാനിടയായിത്തീരും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ലോകത്തിൽ ഒത്തിരി കൂട്ടുകാരുണ്ടാകും അപ്പാ, എന്നാൽ കഷ്ടകാലത്ത് പലരും കൂട്ടുകാരായി തീരുകയില്ല, പലരും മാറിപ്പോകും. എന്നാൽ ഞങ്ങളുടെ കർത്താവ്, അങ്ങ് കഷ്ടകാലത്താണ് ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് ഞങ്ങൾ വീണ്ടും ചിന്തിച്ചത്, കർത്താവേ, ഒരു കൂട്ടുകാരൻ, ഒരു സുഹൃത്തിന് ഞങ്ങളുടെ അടുത്തു നിന്ന് സഹായിക്കുവാൻ പരിമിതിയുണ്ട്. ഞങ്ങളുടെ ബന്ധുക്കൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾക്കൊക്കെ പരിമിതിയുണ്ട്. എന്നാൽ ഏറ്റവും അടുത്ത തുണ അങ്ങായിരിക്കുന്നത് കൊണ്ട് കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഭയമില്ല. കാരണം ഹല്ലേലൂയ സ്തോത്രം, അങ്ങയ്ക്ക് മാത്രമേ ഏറ്റവും അടുത്ത തുണയാകുവാൻ കഴിയുള്ളൂ. അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന്, ഏറ്റവും അടുത്ത തുണയായി കൂടെ ഇരുന്ന് ഈ മരുഭൂയാത്ര, ഹല്ലേലൂയ സ്തോത്രം, വിജയമായി പൂർത്തീകരിക്കുക ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനം വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പ. അങ്ങയുടെ തുണ എല്ലായ്പ്പോഴും ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹീതമായ ഒരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.